ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു മാത്സ് കഫേ കേരള യൂണിവേഴ്സിറ്റി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെമസ്റ്റർ ഫോർ മാത്തമാറ്റിക്സ് ആണ്. അതിലെ മൊഡ്യൂൾ 2 ആയ മൾട്ടിപ്പിൾ ഇൻ്റഗ്രൽസ് എന്ന് പറയുന്ന മൊഡ്യൂളിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 10 ക്വസ്റ്റ്യൻ, എസ്സേയും അല്ലാത്ത 4 മാർക്കിനും ഒക്കെ ചോദിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പ് 10 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷന് വേണ്ടിയുള്ള വീഡിയോ ആണ്. ഇതുവരെ ഒന്നും പഠിക്കാത്ത സ്റ്റുഡൻസിന് വേണ്ടിയാണ്. ഒരുവിധം എല്ലാം പോർഷൻസും കംപ്ലീറ്റ് ആയി, ഈ ചാപ്റ്ററെല്ലാം ഒരുവിധം ചെയ്ത് തീർന്നവർ, മൊഡ്യൂളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് തീർന്നവർക്ക് വേണ്ടിയുള്ളതെല്ലാം, ഇതുവരെ ഒന്നും നോക്കാത്തവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ്. എല്ലാം പഠിച്ചു തീർന്നവർ ഒന്നുകൂടെ റിവൈസ് ചെയ്യുക. അത് തന്നെ ആൻഡ് ബീവൻസ് ഉണ്ടല്ലോ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക്, ആ ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾസ് എല്ലാം ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. ഒരുവിധം 90%, 80% മാർക്ക് വേണ്ടവർ ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ എക്സാമ്പിൾസ് ക്വസ്റ്റ്യൻസും ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. ഇതുവരെ ഒന്നും പഠിക്കാത്ത സ്റ്റുഡൻസിന് വേണ്ടിയുള്ള വീഡിയോ ആണിത്. അതുപോലെ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ നോട്ട്സ് ഉണ്ട്. 250 റുപ്പീസാണ്. 3 സബ്ജക്റ്റ് ഉണ്ട്. ഫിസിക്സ്, മാത്സ്, സ്റ്റാറ്റാണ് 250 റുപ്പീസ്. ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷനാണ്. ഒരു സബ്ജക്റ്റിന് 100 റുപ്പീസാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി. വാട്സപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, കോൾ വിളിച്ചാൽ കിട്ടത്തില്ല. വാട്സപ്പ് ഉള്ളിലാണ്. അത് അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, മാത്സ് കഫേ KU, അതിനകത്ത് വിളിച്ചായാലും നമുക്ക് കോൺടാക്റ്റ് ചെയ്ത് നോട്ട് പർച്ചേസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താലും മതി. അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ ടോപ്പ് 15 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഒരു 10 ക്വസ്റ്റ്യനൊക്കെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ചേഞ്ച് ഓഫ് വേരിയബിൾസ് ഇൻ മൾട്ടിപ്പിൾ ഇൻ്റഗ്രൽ ജേക്കബ്സിയൻസ്. ഈ ടോപ്പിക്കിൽ നിന്നായിരിക്കും എസ്സേ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അത് എക്സാമ്പിൾ 2 എല്ലാ വർഷവും എസ്സേ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പം എല്ലാവരും ആ ക്വസ്റ്റ്യൻ നോക്കുക. എക്സാമ്പിൾ 1ഉം 2ഉം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ എക്സാമ്പിൾ 3ഉം 4ഉം നിങ്ങളൊന്ന് നോക്കൂ. ഇവാലുവേറ്റ് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ R e⁻⁴ അതും 4ാമത്തെ ക്വസ്റ്റ്യനും. ഈ 2ാമത്തെ ക്വസ്റ്റ്യനും 3ാമത്തെ ക്വസ്റ്റ്യനും 4ാമത്തെ ക്വസ്റ്റ്യന് എസ്സേ പാർട്ടായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. അത് നിങ്ങൾ നല്ല രീതിയിൽ ചെയ്ത് പഠിച്ചുകൊണ്ട് പോവുക. ഇനി സർഫസ് ഏരിയ ആണ്. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ, ഇതിന് മുമ്പേ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഒരു വീഡിയോ സൂപ്പർ സ്റ്റഡി പ്ലാൻ എന്ന് പറഞ്ഞൊരു സീരീസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സീരീസിൽ നമ്മൾ കുറേ ടോപ്പിക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാലൻസ് പോർഷനാണ് സർഫസ് ഏരിയ. അത് ഈ 2 ക്വസ്റ്റ്യൻ ഉണ്ട്. എക്സാമ്പിൾ 2 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പർ കാണാം, PYQ ഒക്കെ നോക്കിയാൽ മതി. അതായത് എക്സാമ്പിൾ 1ഉം 2ഉം ഈ 2 ക്വസ്റ്റ്യന് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കും. എക്സാമ്പിൾ 2 ആണ് കുറച്ചും കൂടി ഇമ്പോർട്ടൻറ്റ്. ഫൈൻഡ് ദ സർഫസ് ഏരിയ ഓഫ് ദ പോർഷൻ ഓഫ് ദ പാരാബോയിഡ് Z = x² + y² ബിലോ ദ പ്ലെയിൻ Z = 1. ഞാൻ എല്ലാ ക്വസ്റ്റ്യനൊന്നും വായിക്കത്തില്ല. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. എക്സാമ്പിൾ 2 നോക്കുക, ഇത് ചോദിക്കും. ഓക്കെ, ഇനി എക്സാമ്പിൾ 3 ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കും. നിങ്ങൾ നോക്കുക, നോക്കിയിട്ട് തന്നെ പോവുക. എക്സാമ്പിൾ 4 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ്സേ ക്വസ്റ്റ്യൻ ആണ്. ഇമ്പോർട്ടൻ്റ് ഞാൻ പ്രത്യേകം മാർക്ക് ചെയ്തിട്ടുണ്ട്, ചെക്ക് ചെയ്തിട്ടുണ്ട്. ഇത് എസ്സേ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എക്സാമ്പിൾ 4 നല്ല വൃത്തിയായിട്ട് നോക്കുക. അതേ കണക്ക് തന്നെയാണ് എക്സാമ്പിൾ 2. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സിലിണ്ടറിക്കൽ കോർഡിനേറ്റിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 5 മാർക്കിന്. എക്സാമ്പിൾ 2 4 മാർക്ക്. അല്ലെങ്കിൽ എസ്സേ ക്വസ്റ്റ്യന് ചോദിക്കും, അതും പഠിച്ചുകൊണ്ട് പോകാം. എക്സാമ്പിൾ 1ഉം ഒന്ന് നോക്കുക, എക്സാമ്പിൾ 4ഉം ഒന്ന് നോക്കുക. പിന്നെ നമ്മുടെ S4 പെയ്ഡ് നോട്ട്സ് ഉണ്ട്, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വാങ്ങാം. എക്സാം പ്രിപ്പറേഷൻ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ നോട്ട്സ് ആണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വാങ്ങി. ഇമ്പോർട്ടൻ്റൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്, അത് വെച്ച് പഠിക്കുക. ഇത് വെച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് എന്തായാലും ഒരു 50% മാർക്കുണ്ട്. അതുപോലെ നമ്മുടെ കംപ്ലീറ്റ് നോട്ട്സും ഇതിൻ്റെ കൂടെ ഫ്രീ ആയിരിക്കും. അത് ഫുള്ളി കവേർഡ് പ്രിപ്പറേഷൻ നോട്ട്സ് ആണ്, അതും ഫ്രീ ആയിരിക്കും.